ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങൾ ആഴമേറിയ അർത്ഥത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. മക്കബായരുടെ ചരിത്ര ഗ്രന്ഥമാണ് നാം പഠനവിധേയമാക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ പഠനത്തിൻ്റെ മുന്നോടിയായി ബൈബിളിൻ്റെ ചരിത്രം, ബൈബിളിൻ്റെ ഭാഗമായി മക്കബായരുടെ ഗ്രന്ഥം ഉൾപ്പെടാനുള്ള കാരണം, ബൈബിളിലെ ചരിത്രം ഇസ്രായേൽ ജനം അബ്രാഹത്തിൻ്റെ കാലം മുതൽ ഇതാ ഈ മക്കബായരുടെ കാലം വരെ കടന്നുപോയ ബൈബിളിലെ ചരിത്രം വളരെ ഹ്രസ്വമായി കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് മക്കബായരുടെ ചരിത്രം നിങ്ങളുമായി പങ്കുവയ്ക്കുകയായിരുന്നു. ഈ പുസ്തകത്തിൻ്റെ ചരിത്ര സംഗ്രഹം നമുക്ക് അറിവുണ്ടെങ്കിൽ മാത്രമാണ് ഈ പുസ്തകം എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മക്കബായരുടെ ചരിത്രത്തിൻ്റെ സംഗ്രഹം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായും മക്കബായരുടെ ചരിത്രം തുടങ്ങുന്നത് മത്താത്തിയാസ് എന്നു പേരുള്ള ഒരു പുരോഹിതൻ്റെ ചരിത്രത്തിൽ നിന്നുമാണ്. അദ്ദേഹത്തിൻ്റെ സ്വദേശം മൊദൈൻ എന്നു പേരുള്ള ഒരു പട്ടണമായിരുന്നു. അദ്ദേഹം ജെറുസലേമിൽ പുരോഹിതനായി ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ 5 മക്കളുമൊക്കെ അടങ്ങുന്ന കുടുംബം അവർ താമസിക്കുന്നത് മൊദൈൻ എന്ന ഗ്രാമത്തിലാണ്. അങ്ങനെയിരിക്കെ ഗ്രീക്ക് രാജാവായ സെലൂസിഡ് ഡൈനാസ്റ്റി, സെലൂക്യ രാജവംശത്തിൽപ്പെട്ട രാജാവായിരുന്ന അന്ത്യോക്കസ് എപ്പിഫാനസ് 4 നിർദ്ദേശപ്രകാരം യഹൂദർ വലിയ മതമർദ്ദനത്തിന് വിധേയരാവേണ്ടതായിട്ട് വരുന്നു. യഹൂദ ആചാരങ്ങൾ, യഹൂദരുടെ നിയമങ്ങൾ എല്ലാം കാറ്റിൽ പറക്കുകയാണ്. ഇവയെല്ലാം നിരോധിക്കപ്പെടുകയാണ്. മതത്തെ നിരസിക്കാനും നിഷേധിക്കാനും ഭരണകൂടം ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട രാജശാസനയുമായി രാജസേവകർ മത്താത്തിയാസും കുടുംബവും വസിക്കുന്ന മൊദൈൻ നഗരത്തിലുമെത്തി. അവിടെ നടക്കുന്ന സംഭവവികാസങ്ങളുടെ ഒടുവിൽ രാജാവിൻ്റെ പ്രതിനിധികൾ പറഞ്ഞ എല്ലാ പ്രലോഭനങ്ങളും ഒക്കെ വേണ്ട എന്ന് വെച്ച് നിയമത്തിനു വേണ്ടി നിലകൊള്ളാൻ, ദൈവത്തിനു വേണ്ടി നിലകൊള്ളാൻ, ദൈവത്തിൻ്റെ പക്ഷം ചേരാൻ മത്താത്തിയാസും മക്കളും തീരുമാനിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് അവർ ഒരു ചെറുത്തുനിൽപ്പ് ആരംഭിക്കുകയാണ്. മത്താത്തിയാസിൻ്റെ നേതൃത്വത്തിൽ മക്കളുടെ സഹായത്തോടെ, ബന്ധുജനങ്ങളുടെ സഹായത്തോടെ ഒരു ചെറുത്തുനിൽപ്പ് ആരംഭിക്കുന്നു. ആ ചെറുത്തുനിൽപ്പിൻ്റെ പേരാണ് മക്കബായ വിപ്ലവം. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ചെറുത്തുനിൽപ്പ് മക്കബായ വിപ്ലവം എന്നറിയപ്പെടുന്നത്? സത്യത്തിൽ മത്താത്തിയാസ് അല്ലേ ഈ ചെറുത്തുനിൽപ്പ് ആരംഭിച്ചത്? അതിനുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തുന്നത് മത്താത്തിയാസിൻ്റെ 3ാമത്തെ പുത്രൻ്റെ പേരിൽ നിന്നുമാണ്. അദ്ദേഹത്തിൻ്റെ 3ാമത്തെ പുത്രൻ്റെ പേര് യൂദാസ് എന്നായിരുന്നു. പക്ഷേ അവന് ചാർത്തിക്കൊടുക്കപ്പെട്ട മറ്റൊരു പേരുണ്ടായിരുന്നു, മക്കബേയൂസ്. യൂദാസ് മക്കബേയൂസ് എന്നായിരുന്നു അവൻ്റെ നാമം. എന്താണ് ഈ മക്കബേയൂസ് എന്ന പേരിൻ്റെ അർത്ഥം? മക്ബ എന്ന അരമായ ഭാഷയിലെ ഒരു വാക്കിൽ നിന്നുമാണ് മക്കബേയൂസ് എന്ന പദം വരുന്നത്. മക്ബ എന്ന അരമായ പദത്തിൻ്റെ അർത്ഥം ചുറ്റിക എന്നാണ്. അപ്പോൾ യവനവൽക്കരണത്തിനെതിരെ ഒരു ചുറ്റിക പോലെ ആഞ്ഞടിച്ചവൻ എന്ന അർത്ഥത്തിലാണ്
യൂദാസിന് മക്കബേയൂസ് എന്ന പേര് ഉണ്ടായിരുന്നത്. മത്താത്യാസിൻ്റെ കാലശേഷം ഈ ചെറുത്തുനിൽപ്പ്, ഈ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത വലിയ ധീരനായ ഒരു സൈനികൻ കൂടിയായിരുന്നു യൂദാസ് മക്കബേയൂസ്. യൂദാസ് മക്കബേയൂസിൻ്റെ പേരിലെ മക്കബേയൂസ് എന്ന പേരുമായി ചേർന്നാണ് മക്കബായർ എന്ന പേരും മക്കബായ വിപ്ലവം എന്ന പേരും ഉണ്ടാകുന്നത്. യൂദാസിൻ്റെ കാലത്തിന് ശേഷം യൂദാസ് വലിയ തരത്തിലുള്ള ചെറുത്തുനിൽപ്പ് ശ്രമങ്ങൾ നടത്തി. അന്ത്യോക്യസ് എപ്പിഫാനസിനെതിരെ, ഗ്രീക്ക് ഭരണത്തിനെതിരെ, ഗ്രീക്ക് പട്ടാളക്കാർക്കെതിരെ എല്ലാം ശക്തമായ ഗറില്ല യുദ്ധമുറകളിലൂടെ ചെറുത്തുനിൽപ്പ് നടത്തി. അദ്ദേഹത്തിൻ്റെ മരണം, യൂദാസിന് ശേഷം യൂദാസിൻ്റെ മറ്റൊരു സഹോദരൻ യോനാഥാൻ ഈ നേതൃത്വം ഏറ്റെടുക്കുന്നു. യോനാഥാനും മരണപ്പെടുന്നു. പിന്നീട് ഭരണത്തിലേക്ക്, നേതൃത്വത്തിലേക്ക് വരുന്നത് ഇവരുടെ എല്ലാം സഹോദരനായിരുന്ന ശിമയോനാണ്. ഈ ശിമയോൻ്റെ കാലത്ത് ഒരു പ്രത്യേകതയുണ്ട്. BC 140 ശിമയോൻ പ്രധാന പുരോഹിതനും സേനാനായകനും ഭരണാധിപനുമായി മാറുകയാണ്. ഇക്കാലത്താണ് ആദ്യമായി ഈ മക്കബായ കുടുംബത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം ഹസ്മോണിയൻ ഡൈനാസ്റ്റി അഥവാ ഹസ്മോണിയൻ സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. ഹസ്മോണിയൻ രാജവംശം ഔദ്യോഗികമായിട്ട് ആ നാമം സ്വീകരിച്ച് ഭരണം മുൻപോട്ട് പോകുന്നത് ശിമയോൻ എന്ന മത്താത്യാസിൻ്റെ പുത്രൻ യൂദാസിൻ മക്കാബേയോസിൻ്റെ ഒക്കെ സഹോദരൻ്റെ കാലത്താണ്. എന്തുകൊണ്ടാണ് ഇവർ ഹസ്മോണിയൻസ് എന്നറിയപ്പെടാനുള്ള കാരണം? അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. മത്താത്യാസ് എന്ന ഇവരുടെ എല്ലാം പിതാവിൻ്റെ പിതൃവര്യൻ, പിതാവിൻ്റെ പേര് ശിമയോൻ ഹസ്മോണിയൂസ് എന്നായിരുന്നു. ഹസ്മോണിയസ് എന്ന പേര് അവിടെ നിന്നുമാണ് വരുന്നത്. അങ്ങനെ ഹസ്മോണിയൻ രാജവംശത്തിൻ്റെ ഭരണം മുൻപോട്ട് പോവുകയാണ്. 134 BC ടോളമി ശിമയോനെയും അദ്ദേഹത്തിൻ്റെ 2 പുത്രന്മാരെയും വധിക്കുന്നു. അതിനുശേഷം ശിമയോൻ്റെ ശേഷിക്കുന്ന ഒരു പുത്രൻ യോഹന്നാൻ ഹിർക്കാനൂസ്, ജോൺ ഹിർക്കാനൂസ് എന്നറിയപ്പെടുന്ന വ്യക്തി പ്രധാന പുരോഹിതനായിട്ട് ഭരണം ആരംഭിക്കുന്നു. BC 134 മുതൽ 104 വരെയുള്ള കാലത്ത് ഇദ്ദേഹം നേതൃത്വം കൊടുത്ത് ഭരണത്തിൽ ഇരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ സമയത്ത് സദുക്കായ പക്ഷത്ത് ചേരുന്ന ഒരു ഭരണമായിരുന്നു ഇയാൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഫരീസയരുടെ വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം ഓർക്കുക, ഈ ഹസ്മോണിയൻ രാജവംശത്തിൻ്റെ കാലത്താണ് സദുക്കായരും ഫരീസയരും എസ്സീനികളെന്ന് അറിയപ്പെടുന്ന ഒരു വിഭാഗവുമൊക്കെ പ്രബല സമൂഹങ്ങളായിട്ട് മാറുന്നു. ജോൺ ഹിർക്കാനൂസിൻ്റെ മരണശേഷം തൻ്റെ 3 സഹോദരന്മാരെ തടവിലാക്കുകയും ഒരു സഹോദരനെ വധിക്കുകയും ചെയ്തുകൊണ്ട് ജോൺ ഹിർക്കാനൂസിൻ്റെ ഒരു പുത്രൻ അരിസ്റ്റോബുളൂസ് എന്ന പേരുള്ളവൻ അധികാരമേറ്റു. രാജാവ് എന്ന് ഹസ്മോണിയൻ കുടുംബത്തിൽ ആദ്യമായി അറിയപ്പെട്ട വ്യക്തി അരിസ്റ്റോബുളൂസ് ആണ്. രാജാവ് എന്ന പേര് ഹസ്മോണിയൻ രാജവംശം ശിമയോൻ്റെ കാലത്ത് തുടങ്ങിയെങ്കിലും ഒരാൾ സ്വയം രാജാവ് എന്ന ടൈറ്റിൽ സ്വീകരിച്ചത് ഈ അരിസ്റ്റോബുളൂസ് എന്ന വ്യക്തിയാണ്. മക്കബായരിൽ ആദ്യമായി ഹസ്മോണിയൻ രാജവംശത്തിൽ ആദ്യമായി രാജാവ് എന്ന നാമധേയം സ്വീകരിച്ചത്. എന്നാൽ BC 104 1 വർഷം മാത്രമാണ് അരിസ്റ്റോബുളൂസിന് ഭരണത്തിൽ നേതൃത്വത്തിൽ ആയിരിക്കാൻ സാധിച്ചുള്ളൂ. ഒരു മാറാരോഗം മൂലം അരിസ്റ്റോബുളൂസ് മരണപ്പെടുകയാണ്. അരിസ്റ്റോബുളൂസിൻ്റെ ഭരണശേഷം അയാളുടെ ഭാര്യ അലക്സാണ്ട്ര എന്നായിരുന്നു അവളുടെ പേര്. അയാളുടെ ഭാര്യ അരിസ്റ്റോബുളൂസ്
ഇതിനകം തടവിലാക്കിയിരുന്ന അയാളുടെ സഹോദരന്മാരെ തടവിൽ നിന്ന് മോചിപ്പിക്കുകയും അവരിലൊരാളെ അലക്സാണ്ട്ര വിവാഹം ചെയ്യുകയും ചെയ്തു. അയാളുടെ പേര് അലക്സാണ്ടർ ജാനേവൂസ് എന്നായിരുന്നു. അങ്ങനെ അലക്സാണ്ടർ ജാനേവൂസിനെ അലക്സാണ്ട്ര വിവാഹം ചെയ്തു. അലക്സാണ്ടർ ജാനേവൂസ് 27 വർഷം ഭരണത്തിലുണ്ടായിരുന്നു. BC 76 അലക്സാണ്ട്ര വീണ്ടും സിംഹാസനം ഏറ്റെടുത്തു. അലക്സാണ്ട്രയുടെ പുത്രൻ ഹിർക്കാനൂസ് രണ്ടാമൻ പ്രധാന പുരോഹിതനായിട്ട് മാറി. ഈ സമയം സദുക്കായ പക്ഷം പരുങ്ങലിലായി, ദുർബലരായി. അതുകൊണ്ട് അലക്സാണ്ട്ര ഫരിസേയ പക്ഷത്തെ കൂടുതൽ പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. BC 66 അലക്സാണ്ട്ര മരിക്കുന്നു. ഉടൻ തന്നെ അലക്സാണ്ട്രയുടെ പുത്രന്മാരായ ഹിർക്കാനൂസ് രണ്ടാമനും അരിസ്റ്റോബുളൂസ് രണ്ടാമനും തമ്മിൽ സിംഹാസനത്തിന് വേണ്ടി യുദ്ധം തുടങ്ങുന്നു. ഈ സമയം BC 63 റോമ സാമ്രാജ്യം ഇവരുടെ ചരിത്രത്തിൽ ഇടപെട്ട് തുടങ്ങി. പോംപെയുടെ നേതൃത്വത്തിൽ അവർ ജെറുസലേം കീഴടക്കുന്നു. അരിസ്റ്റോബുളൂസ് രണ്ടാമനെ തടവുകാരനായി റോമിലേക്ക് കൊണ്ടുപോകുന്നു. റോമക്കാർ ഹിർക്കാനൂസ് രണ്ടാമനെ പ്രധാന പുരോഹിതനായിട്ട് ചെറിയൊരു ദേശത്തിൻ്റെ അധിപനൊക്കെ ആയിട്ട് തുടരാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ BC 63 മുതൽ BC 40 വരെ അയാൾ തുടരുകയാണ്. ഇതിനുശേഷം ആൻറ്റിഗോണസ് രണ്ടാമൻ എന്ന അവസാനത്തെ മക്കബായ ഭരണാധിപൻ BC 37 മരണപ്പെട്ടു. അതോടുകൂടെ മക്കബായരുടെ കാലം അവസാനിക്കുകയുമാണ്. അപ്പോൾ മക്കബായരുടെ ഒരു ചരിത്രം ഇപ്രകാരമാണ്. ആദ്യത്തെ മക്കബായ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് ഈ ചാർട്ടിൽ കാണാവുന്ന പോലെ മത്താത്തിയാസ് ആണ്. മത്താത്തിയാസിന് ശേഷം നേതൃത്വത്തിലേക്ക് വരുന്നത് ജൂദാസ് മക്കബേവൂസ് ആണ്. ജൂദാസ് മക്കബേവൂസിന് ശേഷം യോനാഥാൻ, ആഫൂസ് എന്നുകൂടി പേരുള്ള യോനാഥാൻ നേതൃത്വം ഏറ്റെടുക്കുന്നു. യോനാഥാന് ശേഷം ശിമയോൻ താസി എന്നുകൂടി പേരുണ്ടായിരുന്ന ശിമയോൻ ഭരണത്തിലേക്ക് എത്തുന്നു. ഈ ശിമയോൻ്റെ കാലത്താണ് ഇവർ ഹസ്മോണിയൻ രാജവംശം എന്ന പേര് സ്വീകരിക്കുന്നത്. ശിമയോന് ശേഷം യോഹന്നാൻ ഹിർക്കാനൂസ് എന്ന അദ്ദേഹത്തിൻ്റെ പുത്രൻ ഭരണത്തിൽ വരുന്നു. അതിനുശേഷം അരിസ്റ്റോബുളൂസ് ഒന്നാമൻ ഭരണത്തിലേക്ക് വരുന്നു. ഇയാളുടെ കാലത്താണ് ആദ്യമായി രാജാവ് എന്ന ടൈറ്റിൽ മക്കബായർ, ഹസ്മോണിയൻ രാജവംശത്തിൽപ്പെട്ടവർ ഉപയോഗിക്കുന്നത്. അരിസ്റ്റോബുളൂസ് ഒന്നാമന് ശേഷം അലക്സാണ്ടർ ജാനേവൂസ് ഭരണത്തിലേക്ക് വരുന്ന അയാളുടെ സഹോദരൻ. പിന്നീട് കുറച്ചു കാലം അലക്സാണ്ട്ര എന്ന സ്ത്രീ ഏതാണ്ട് 1 വർഷത്തോളം ഭരണത്തിലുണ്ട്. അവളുടെ മരണശേഷം ഹിർക്കാനൂസ് രണ്ടാമനും അരിസ്റ്റോബുളൂസ് രണ്ടാമനും തമ്മിൽ ഈ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികൾ നടക്കുന്നു. റോമാക്കാർ ഇടപെടുന്നു. ഒടുവിൽ ഹിർക്കാനൂസിന് ഭരണം ലഭിക്കുന്നു. അരിസ്റ്റോബുളൂസ് രണ്ടാമൻ തടവുകാരനായി റോമിലേക്ക് കൊണ്ടുപോകപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ ആൻറ്റിഗോണോസ് എന്ന് പറയുന്ന അവസാനത്തെ മക്കബായൻ ഭരണാധിപൻ്റെ കാലത്തോടുകൂടെ BC 37 മക്കബായൻ ഭരണം, മക്കബായരുടെ കാലം അവസാനിക്കുന്നു. പരിപൂർണമായി റോമക്കാർ വരെ തോൽപ്പിക്കുന്നു. ഇതാണ് മക്കബായരുടെ ചരിത്രത്തിൻ്റെ സംഗ്രഹം. ഇനി നമുക്ക് മക്കബായരുടെ ഒന്നാമത്തെ പുസ്തകത്തെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം. മക്കബായരുടെ ഒന്നാമത്തെ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും അന്ത്യോക്കസ് എപ്പിഫാനസ് നാലാമൻ, അതോടൊപ്പം മക്കബായ വിപ്ലവം, ഈ 2 കാര്യങ്ങൾ നമുക്ക് നല്ല അറിവുണ്ടാകണം. അതിലേക്ക് വരുന്നതിന് മുൻപ് ഗ്രീക്ക് ഭരണത്തെക്കുറിച്ച്, യവനന്മാരുടെ മുന്നേറ്റത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. BC 333 ഇസ്സൂസ് എന്ന സ്ഥലത്ത് വെച്ച് നടന്ന ഒരു യുദ്ധം ഗ്രീക്കുകാരും പേർഷ്യക്കാരും തമ്മിലായിരുന്നു. ആ യുദ്ധത്തിൽ വെച്ചാണ് മഹാനായ അലക്സാണ്ടർ എന്ന് പുകൾപ്പെട്ട ഗ്രീക്ക് ചക്രവർത്തി
യവന ചക്രവർത്തി പേർഷ്യൻ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തുന്നത്, അവരുടെ മേൽ ആധിപത്യം നേടുന്നത്. പക്ഷെ പിന്നീട് നമുക്ക് ചരിത്രം കുറച്ചുകൂടി വിശദമായി മനസ്സിലാക്കുമ്പോൾ പിടികിട്ടും, ഈ അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ എന്ന ഈ ഭരണാധിപൻ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അകാലത്തിൽ മരണമടയുകയാണ്. അദ്ദേഹത്തിൻ്റെ യൗവനത്തിൽ അയാൾ മരണമടയുകയാണ്. അങ്ങനെ മരണമടഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഈ മഹത്തായ സാമ്രാജ്യം, മഹത്തായ വലിയ ഗ്രീക്ക് യവന സാമ്രാജ്യം അദ്ദേഹത്തിൻ്റെ 4 ജനറൽമാർ ചേർന്ന് പങ്കിട്ടെടുത്ത് ഭരണം ആരംഭിച്ചു. ഇങ്ങനെയുള്ള 4 ജനറൽമാരിൽ ഒരു ജനറലിൻ്റെ പേര് സെലൂസിഡ് എന്നായിരുന്നു, സെലൂക്കസ് എന്നായിരുന്നു. ആ സെലൂക്കസ് എന്ന പേരിൽ നിന്നാണ് സെലൂസിഡ് ഡയനാസ്റ്റി അല്ലെങ്കിൽ സെലൂക്യ രാജവംശം ഉണ്ടാകുന്നത്. ഇസ്രായേൽ ഉൾപ്പെടുന്ന ഭൂവിഭാഗം സെലൂക്യ രാജവംശത്തിൻ്റെ കീഴിലായി. ഇതിനിടെ ഈ ഭാഗത്തിൻ്റെ ഭരണം പിടിച്ചടക്കാൻ വേണ്ടി സെലൂക്യ രാജാക്കന്മാർ സെലൂസിഡ് ഡയനാസ്റ്റിയും ടോളമേയൻ ഡയനാസ്റ്റിയും, ഈജിപ്തിലെ ടോളമിമാരും തമ്മിൽ യുദ്ധത്തിലും സംഘടനകളിലുമൊക്കെ നിരന്തരം ഏർപ്പെടുന്നുണ്ട്. BC 198 അന്ത്യോക്കസ് മൂന്നാമൻ ഇസ്രായേലിനെ സെലൂക്യ രാജവംശത്തിൻ്റെ കീഴിലാക്കി അവർ ഭരണം പൂർണ്ണമായിട്ട് പിടിച്ചു. ഇക്കാലം മുതൽ വളരെ പ്രത്യേകമായിട്ട് യവന സംസ്കാരം യഹൂദരുടെ മേൽ അടിച്ചേൽപ്പിക്കാനായിട്ടുള്ള ചില ശ്രമങ്ങൾ ആരംഭിച്ചു. തീർച്ചയായും അന്ത്യോക്യസ് മൂന്നാമൻ്റെ കാലത്തിന് മുൻപും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അക്കാലത്ത് യഹൂദരുടെ മതാചാരങ്ങളിൽ ഇടപെടാൻ ഇവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കൂടുതലും ഗ്രീക്ക് ഫിലോസഫി, ഗ്രീക്ക് കൾച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയ ജനവിഭാഗങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് അവർ ശ്രമിച്ചിരുന്നത്. ഈ അന്ത്യോക്യസ് മൂന്നാമന് ശേഷം അന്ത്യോക്യസ് 4 അദ്ദേഹത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, അന്ത്യോക്യസ് എപ്പിഫാനസ്. അയാൾ സിംഹാസനസ്ഥനായി BC 175. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് യഹൂദരെ ഏറ്റവും അധികം വേട്ടയാടിയത്. യഹൂദരുടെ മതാചാരങ്ങളെല്ലാം നിരോധിച്ചു, യവന സംസ്കാരം നിർബന്ധിതമാക്കി, തൻ്റെ ആജ്ഞാനുവർത്തികളെ ജെറുസലേം ദേവാലയത്തിലെ പുരോഹിതന്മാരാക്കി രാജാവ് അവരോധിച്ചു. അങ്ങനെ യഹൂദ മതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. തോറ പഠിക്കുക, ദേവാലയത്തിൽ ബലിയർപ്പിക്കുക, സാബത്ത് ആചരിക്കുക, പരിച്ഛേദനം ചെയ്യുക എന്നിങ്ങനെ യഹൂദരുടെ ആചാരങ്ങളെല്ലാം നിരോധിക്കപ്പെട്ടു, നിഷേധിക്കപ്പെട്ടു. ജെറുസലേം ദേവാലയത്തിലെ ബലിപീഠം അശുദ്ധമാക്കപ്പെട്ടു. ഈ സാമ്രാജ്യത്തിലുടനീളം ഒരു ഏകീകൃത സംസ്കാരം അഥവാ യവന സംസ്കാരവും യവന മതവും നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ഇയാൾ നടത്തി. അങ്ങനെ നടത്തിയ മതനിരാസത്തെയും മതമർദ്ദനങ്ങളെയും ചെറുത്തു നിന്നവരുടെ കഥയാണ് മക്കബായരുടെ കഥ. ഗറില്ല യുദ്ധമുറകളിലൂടെ മത്താത്തിയാസിൻ്റെ നേതൃത്വത്തിൽ മക്കബായ വിപ്ലവം ആരംഭിക്കുന്നു. മത്താത്തിയാസിന് ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂദാസ് മക്കബേയൂസ് സ്ഥാനമേറ്റെടുക്കുന്നു. യൂദാസ് മക്കബേയൂസിൻ്റെ കാലത്ത് വളരെ പ്രത്യേകമായിട്ട് അദ്ദേഹം റോമാക്കാരുമായിട്ട്, അക്കാലത്ത് സീനിലില്ലാത്ത പാശ്ചാത്യ ശക്തിയായിരുന്ന റോമാക്കാരുമായിട്ട് ചില ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് മക്കബായരുടെ പുസ്തകത്തിൻ്റെ 8-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ഒരു വാക്യം: റോമാക്കാരുമായി സൗഹൃദവും സഖ്യവും സ്ഥാപിക്കാനും അടിമത്തത്തിൽ നിന്ന് മോചനം നേടാനുമായി യൂദാസ് ആക്കോസിൻ്റെ പുത്രൻ യോഹന്നാൻ്റെ മകനായ എവുപ്പോളെമൂസിനെയും എലയാസറിൻ്റെ മകൻ ജാസനെയും തിരഞ്ഞെടുത്ത് റോമായിലേക്ക് അയച്ചു. ഗ്രീക്കുകാർ ഇസ്രായേലിനെ പൂർണ്ണമായും അടിമത്തത്തിലാഴ്ത്തുകയാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു.
അപ്പോൾ ഈ യൂദാസ് മക്കബേയൂസിൻ്റെ കാലത്ത് റോമക്കാരുടെ സഹായം തേടാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ പിന്നീട് അത് അവർക്ക് തന്നെ പാരയായി നമുക്കറിയാം. പിന്നീട് റോമക്കാരാണ് ഈ ഹസ്മോണിയൻ രാജവംശത്തെ പരിപൂർണമായി നശിപ്പിക്കുന്നത്. BC 164 കിസ്ലേവ് മാസത്തിൻ്റെ 25-ാം ദിവസം ഇവർ യൂദാസ് മക്കബേയൂസിൻ്റെ നേതൃത്വത്തിൽ ജെറുസലേം ദേവാലയം മക്കബായ വിപ്ലവത്തിലൂടെ തിരിച്ചുപിടിച്ച് അന്ന് ദേവാലയത്തിൻ്റെ പുനഃപ്രതിഷ്ഠ നടത്തി. അതാണ് പിന്നീട് ഹനൂക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ യഹൂദ തിരുനാളിൻ്റെ ചരിത്രത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നു. മക്കബായരുടെ ഒന്നാമത്തെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആരാണ് ഇതിൻ്റെ ഗ്രന്ഥകർത്താവ്, ഇതിൻ്റെ രചനാകാലം ഏതൊക്കെയാണ് എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ വരും. മക്കബായരുടെ ഒന്നാം പുസ്തകത്തിൻ്റെ നിലവിലുള്ള പ്രതികൾ ഗ്രീക്ക് ഭാഷയിൽ ഉള്ളവയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എന്നാൽ ഈ പുസ്തകത്തിൻ്റെ മൂലകൃതി എഴുതപ്പെട്ടിരിക്കുന്നത് ഹീബ്രു ഭാഷയിൽ ആണ് എന്ന് വിശ്വസിക്കുന്ന ധാരാളം പണ്ഡിതരുണ്ട്. അതിൽ പ്രമുഖരാണ് ഒരിജൻ, അതോടൊപ്പം തന്നെ വിശുദ്ധ ജെറോം. ഇവരെല്ലാം ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് ആരാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു വിവരം നമുക്ക് ലഭ്യമല്ല. പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൽ നിന്നും ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് ആരായിരിക്കും എന്ന ചില നിഗമനങ്ങളിലെത്താൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരൻ മതത്തിൻ്റെ ബാഹ്യാചാരങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നില്ല. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ പേര് ഉപയോഗിക്കുന്നതിൽ ഈ ഗ്രന്ഥകാരൻ വൈമുഖ്യം കാണിക്കുകയാണ്. വളരെ കുറച്ച് മാത്രമേ ദൈവത്തിൻ്റെ പേര് ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഗ്രന്ഥത്തിൻ്റെ ഗ്രന്ഥകാരൻ ഒരു സദുക്കായനായിരിക്കാം എന്ന് പൊതുവിൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷെ വ്യക്തത നമുക്ക് ഇല്ല. ഇതിൻ്റെ രചനാകാലത്തെക്കുറിച്ച് ഏതാണ്ട് ഒരു അനുമാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. കാരണം BC 175 മുതൽ 135 വരെയുള്ള ചരിത്രങ്ങളാണ് മക്കബായരുടെ ഒന്നാം പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. അതുകൊണ്ട് തന്നെ BC 135 ശേഷമായിരിക്കാം ഈ ഗ്രന്ഥം എഴുതപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ഉറവിടങ്ങൾ, മക്കബായർ എന്ന ഈ ഗ്രന്ഥത്തിൻ്റെ പ്രധാനപ്പെട്ട ഉറവിടങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് പണ്ഡിതർ പ്രധാനമായിട്ടും 6 ഉറവിടങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 1 ഔദ്യോഗിക രേഖകളും രാജശാസനങ്ങളും, 2 സെലൂക്യ രാജാക്കന്മാരുടെ ദിനവൃത്താന്തങ്ങൾ, 3 യൂദാസ് മക്കബേയൂസിൻ്റെ ജീവചരിത്രം, 4 മത്താത്തിയാസിൻ്റെ പാരമ്പര്യം, 5 പ്രധാന പുരോഹിതന്മാരുടെ ചരിത്രരേഖകൾ, 6 വിലാപ ഗാനങ്ങൾ. ഈ 6 ഉറവിടങ്ങളിൽ നിന്നുമാണ് മക്കബായരുടെ ഒന്നാം പുസ്തകം എന്ന പുസ്തകം രൂപപ്പെട്ടത് എന്ന് പണ്ഡിതർ പൊതുവിൽ കരുതുന്നു. അതിൽ ഒന്നാമത്തെ ഉറവിടം ഔദ്യോഗിക രേഖകളും രാജശാസനങ്ങളുമാണ്. വളരെ അധികം ഔദ്യോഗിക രേഖകളും രാജശാസനങ്ങളും ഒക്കെ ഈ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്, കോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. വിവിധ രേഖകളുടെ ക്രോഡീകരണം ഈ ഗ്രന്ഥത്തിനുള്ളിൽ നടന്നിട്ടുണ്ട്. ഈ രേഖകളെല്ലാം ദേവാലയത്തിലെ പൊതുരേഖാ ശേഖരശാലയിൽ നിന്ന് ലഭിച്ചതാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മക്കബായരുടെ ഒന്നാം പുസ്തകത്തിൻ്റെ 14-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ ഈ പൊതുരേഖാ ശേഖരശാലയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഞാൻ ഒന്ന് വായിക്കാം. 1 മക്കബായർ 14:23. അവരെ ബഹുമാന പുരസ്സരം സ്വീകരിക്കാൻ ഞങ്ങളുടെ ജനം താല്പര്യം കാണിച്ചു. അവരുടെ സന്ദേശത്തിൻ്റെ ഒരു പകർപ്പ് സ്പാർത്താക്കാർക്ക് പിന്നീട് പരിശോധിക്കുന്നതിന് പൊതുരേഖാശേഖരശാലയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പകർപ്പ് പ്രധാന പുരോഹിതനായ ശിമയോൻ അവർ അയച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അക്കാലത്ത് സൂക്ഷിക്കപ്പെട്ട ഔദ്യോഗിക രേഖകളും രാജശാസനങ്ങളുമൊക്കെ ഈ പുസ്തകത്തിൻ്റെ ഉറവിടമായി മാറിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. 1 മക്കബായർ 14:26 ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. അവനും അവൻ്റെ സഹോദരന്മാരും പിതൃഭവനവും ഉറച്ചു നിൽക്കുകയും ഇസ്രായേലിൻ്റെ ശത്രുവിനെതിരെ പൊരുതി അവരെ തുരത്തുകയും രാജ്യത്തിൽ സ്വാതന്ത്ര്യം സുസ്ഥാപിതമാക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങളെല്ലാം ഒരു പിത്തള ഫലകത്തിൽ രേഖപ്പെടുത്തി
സിയോൻ മലയിലെ സ്തംഭങ്ങളിൽ സ്ഥാപിച്ചു. അപ്പോൾ ഒരു പിത്തള ഫലകത്തിൽ രേഖപ്പെടുത്തുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു ഉറവിടമായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് സെലൂക്യ രാജാക്കന്മാരുടെ ദിനവൃത്താന്തങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് സെലൂസിഡ് ഡൈനാസ്റ്റിയിൽപ്പെട്ട ആളുകളുടെ ദിനവൃത്താന്തങ്ങളിൽ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും അതിന് സാധ്യതയുണ്ട്. കാരണം അവർ ചരിത്രങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ അവരുടെ ചരിത്രങ്ങളുടെ ഭാഗമായിട്ട് ഇത് സൂക്ഷിച്ചിട്ടുണ്ട്. മൂന്നാമത്തത് യൂദാസ് മക്കബേയൂസിൻ്റെ ജീവചരിത്രം, ദ ബയോഗ്രഫി ഓഫ് ജൂഡാസ് മക്കബേയൂസ് എന്ന ഒരു ഗ്രന്ഥമുണ്ടായിരുന്നുവെന്നും ആ ഗ്രന്ഥത്തിലെ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതുമാണ് മറ്റൊരു കാര്യം. നാലാമത്തത് മത്താത്യാസിൻ്റെ പാരമ്പര്യം, ദ ട്രഡീഷൻ ഓഫ് മത്താത്യാസ്. ഇവരുടെയൊക്കെ പിതാവായിരുന്ന മത്താത്യാസിൻ്റെ പേരിൽ മത്താത്യാഹു ഹക്കൊഹേൻ, പുരോഹിതനായ മത്താത്യാസിൻ്റെ പേരിലുണ്ടായിരുന്ന പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളും ഈ പുസ്തകത്തിൻ്റെ രചനയിൽ ഉപയുക്തമാക്കിയിട്ടുണ്ടാകും എന്ന് നമുക്ക് കരുതാം. അടുത്തതായിട്ടുള്ളത്, അഞ്ചാമതായിട്ടുള്ളത് പ്രധാന പുരോഹിതന്മാരുടെ ചരിത്രരേഖകളാണ്. ഹൈപ്രീസ് ആയിരുന്ന, അതായത് പ്രധാനമായിട്ടും നമുക്കറിയാം മത്താത്യാസിന് ശേഷം വരുന്ന ശിമയോൻ, യൂദാസ് മക്കബേയൂസ് ആയിക്കൊള്ളട്ടെ, ഇത്തരത്തിലുള്ള പ്രധാന പുരോഹിതന്മാരുടെ ചരിത്രരേഖകൾ. അവസാനമായിട്ട് വിലാപഗാനങ്ങൾ, പലതരത്തിൽ വിവിധ അവസരങ്ങളിൽ ആലപിക്കപ്പെടുന്ന വിലാപഗാനങ്ങളും ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ വിലാപഗാനങ്ങൾ കൂടി ഈ പുസ്തകത്തിൻ്റെ ഉറവിടമായി മാറിയിട്ടുണ്ടാകാം എന്നാണ് ചരിത്രം. ഇനി നമുക്ക് ഈ പുസ്തകത്തിലേക്ക് കടക്കാം. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഘടനയും മറ്റു കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പുസ്തകത്തെ കൂടുതൽ അടുത്ത് മനസ്സിലാക്കാം.